ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 2 നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് ഉള്ളവരുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഹോൾ ടിക്കറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി ചിലർ ചോദിക്കുന്നുണ്ട്, ഇതുവരെ എനിക്ക് വന്നിട്ടില്ല, ഇനി വൈകിട്ടൊക്കെ വരുമോ എന്നുള്ളത്. ചില സമയങ്ങളിൽ താമസിക്കാറുണ്ട്, പക്ഷെ മിക്കവാറും ഫസ്റ്റ് ഫേസ് ഉള്ളവർക്കെല്ലാം വന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾ മെയ് 16 ജൂൺ 6 ആയിരിക്കും ബാക്കിയുള്ളവർക്ക്. ഇപ്പൊ ഫസ്റ്റ് ഫേസ് വന്നവർക്ക് ഇനി വെറും 10 ദിവസം, അതായത് ഇന്നും കൂടെ കൂട്ടാതെ 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസമാണ് ഉള്ളത്. അപ്പൊ ഈ 10 ദിവസങ്ങളിലും അല്ലെങ്കിൽ ഈ 11 ദിവസങ്ങളിലും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് എല്ലാവരും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെങ്കിലും ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. റിവിഷൻ ആണ് നമ്മൾ ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പുതിയ ടോപ്പിക്സ് ഒന്നും തന്നെ നിങ്ങൾ പുതുതായിട്ട് പഠിക്കേണ്ട. ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ, ഒന്നും പഠിക്കാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഓൾറെഡി പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ 70% എങ്കിലും കവർ ചെയ്തിട്ടിരിക്കുന്നവരാണെങ്കിൽ 2 വട്ടമെങ്കിലും നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. MCQs നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് മിസ്റ്റേക്കുകൾ അനലൈസ് ചെയ്ത് പോവുക, എവിടെയാണ് തെറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷും മാത്സും മലയാളവും GK ഒക്കെ തന്നെ ചെയ്ത് നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് വരുന്നതെന്ന് നോക്കുക. ഈ ഉള്ള ദിവസങ്ങളിൽ മാത്സിന്റെ ബേസിക്സ്, ഷോർട്ട് കട്ടുകൾ മാത്രം ഇനി ഫോക്കസ് ചെയ്യുക, ഒരിക്കലും ലോങ് മെത്തേഡിലേക്ക് പോകണ്ട. അതുപോലെ PYQ കൂടുതലായിട്ടും ഇംഗ്ലീഷും മലയാളവും മാത്സും ഗ്രാമറും ഒക്കെ തന്നെ എന്താണ്, നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്ന നോക്കുക. പ്രത്യേകിച്ച് 2024-25 നടന്നിട്ടുള്ള ഈ ഒരു +2 ലെവൽ എക്സാമിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആയാലും നിങ്ങൾ എടുത്തു വെച്ച് നോക്കുക. കഴിഞ്ഞ ദിവസത്തെ അസിസ്റ്റന്റ് പ്രിസണർ ഓഫീസറിന്റെ വരെയുള്ള ഇംഗ്ലീഷ് ചോദ്യ പേപ്പർ നോക്കിയാലും വലിയ കുഴപ്പമൊന്നുമില്ല. മലയാളം അതൊക്കെ നോക്കുക. ഓക്കെ, അതുപോലെ കേരള GK, അതുപോലെ കേരള ഹിസ്റ്ററി, GK, ജോഗ്രഫി, എക്കണോമിക്സ്, അവിടെയൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ആ മെത്തേഡ് അനുസരിച്ച് തന്നെ പഠിക്കുക. ഓക്കെ, ഒരുപാട് സോഴ്സസിലേക്ക് ഇനിയും പോവണ്ട. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഇരിക്കുന്നത് അത് മാത്രം ഇനിയും പഠിച്ചാൽ മതി. അല്ലാതെ എല്ലായിടത്തും പോയി കുറേ സോഴ്സസ് എല്ലാം കൂടെ എടുത്തുകൊണ്ട് വന്ന് വായിക്കാൻ നിൽക്കേണ്ട. അതുപോലെ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഓവർ സ്റ്റഡി ചെയ്തിട്ട് ഇതിന്റെ പുറകിലേക്ക് ഓടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഓൾറെഡി 70% അല്ലെങ്കിൽ 50% എങ്കിലും പഠിച്ചവരാണെന്നുണ്ടെങ്കിൽ പാനിക് ആവാതിരിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, സ്മാർട്ട് വർക്ക് ചെയ്യുക. അപ്പം ഞാനൊരു മോക്ക് ടെസ്റ്റ് സീരീസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫുൾ GK, ഇംഗ്ലീഷ്, കറണ്ട് അഫയേഴ്സ്, ഹോട്ട് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ്. 199 രൂപയ്ക്കാണ് ചെയ്യുന്നത്. താഴെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം. ആർക്കെങ്കിലും പുതിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ മാക്സിമം മറ്റ് സംസ്ഥാനങ്ങളുടേതും PSCയുടെ പ്രീവിയസ് ചോദ്യങ്ങളും UPSCയുടെ ചോദ്യങ്ങൾ, പ്രിലിംസിന്റെ ചോദ്യങ്ങളാണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷും മലയാളവും ഉണ്ട് കേട്ടോ. ചിലതിന്റെ മാത്രമേ ഞാൻ ഇംഗ്ലീഷ് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ചില ക്വസ്റ്റ്യൻസ് പ്രിലിംസിന്റെ UPSC ഒക്കെ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ലാസ്റ്റ് സമയത്ത് എനിക്ക് എല്ലാവരോടും പറയാനായിട്ടുള്ളതും ഇത്രേ ഉള്ളൂ. നിങ്ങൾ പാനിക് ആവണ്ട. ഒരുപാട് പേര് പേടിയാവുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു കവർ ചെയ്യാനുള്ള ഒരു മാർക്കാണ്. നിങ്ങൾ ഏതാണ് എഴുതാൻ പോകുന്നത് മെയിൻസ് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതിന്റെ ഒരു കട്ട് ഓഫ് ബേസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒക്കെ അതൊന്ന് കവർ ചെയ്ത് കിട്ടാനുള്ള കാര്യങ്ങൾ മാത്രം. ഇപ്പൊ മെയിൻസിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കേണ്ട. ഇപ്പൊ ഇനി പ്രിലിംസിനെ പറ്റിയിട്ട് മാത്രം ചിന്തിക്കുക. ഫസ്റ്റ് ഫേസ് എനിക്ക് കിട്ടിയല്ലോ, എനിക്ക് ലക്കില്ലല്ലോ, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. എല്ലാവരും ലക്കിയാണ്. ആർക്കൊക്കെയാണ് ലക്ക് ഉള്ളത് ഇല്ല എന്നുള്ളത് 3 സ്റ്റേജും കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് ഇനിയുള്ള 10 ദിവസങ്ങളിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുക. പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. 1 വട്ടം അല്ല 2 വട്ടം റിവൈസ് ചെയ്യുക. പുതിയ കാര്യങ്ങളൊന്നും, ഒരുപാട് വലിയ ടോപ്പിക്സിലേക്കൊന്നും പോകണ്ട. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട. കുറച്ച് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഉറങ്ങുക. എന്തെങ്കിലുമൊക്കെ റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ആൻസൈറ്റി ഉള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആൻസൈറ്റിയുടെ മരുന്നൊക്കെ കഴിക്കുന്ന ആൾക്കാർ പോലും ഉണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. ചിലർക്ക് അത് കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നും. അങ്ങനെയുള്ളവരുണ്ട്, കേൾക്കുന്നവർക്ക് അറിയാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ഹെൽത്ത് കെയർ ചെയ്യുക, മെന്റൽ ഹെൽത്ത് കെയർ ചെയ്യുക. ആവശ്യമില്ലാത്ത ടെൻഷൻസ് ഒന്നും വേണ്ട. എങ്ങനെയാണോ ഇത്രയും നാൾ പഠിച്ചു പോയത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക. ആവശ്യമില്ലാത്ത ഒരു തരത്തിലുള്ള ടെൻഷൻസ് വേണ്ട. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് കിടന്നുറങ്ങുക, റിലാക്സ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നന്നായിട്ട് പഠിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ 100% നമ്മൾ ചെയ്യുക. ബാക്കിയൊക്കെ സറണ്ടർ ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ പറഞ്ഞ മോക്ക് ടെസ്റ്റും അതുപോലെ ഹോട്ട് ടോപ്പിക്സിന്റെ മോക്ക് ടെസ്റ്റും എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കാം. ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരില്ല. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.